ഇന്നെല്ലാവരും സുഖമല്ല, നമുക്കറിയാം. സുഖം സ്വസ്ഥമായി. നിങ്ങൾ ഓൾറെഡി ഇന്നൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ് ഗൈസ്. നോക്കിയ ഇപ്പൊ കാണിക്കാം. ആഹാ, എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു സ്പെഷ്യൽ സ്ഥലത്തിൽ പോകാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇനി നമ്മൾ ഒരു സമയം വേസ്റ്റ് ചെയ്യാതെ കളയാതെ ഇനി നമുക്ക് ആ സ്ഥലത്തിൽ പോവാം ഫ്രണ്ട്സ്. സോ ലെറ്റ്സ് ഗോ. What's up, മച്ചമാരെ? Voice over Nado cooking in the house, guys. അപ്പൊ ഗൈസ്, അബായുടെ ഡേ 1 അടിപൊളിയായിരുന്നു. പക്ഷെ ഐ തിങ്ക് ഡേ 2 അതിനേക്കാളും അടിപൊളിയായിരിക്കും. കാരണം നമ്മളിപ്പോ ഉണ്ടല്ലോ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്തിൽ പോവുകയാണ്. എന്നിട്ട് ആ സ്ഥലത്തിന്റെ പേരാണ് ഹണി കോട്ടേജ്. അവിടെ നമുക്ക് പല പല വെറൈറ്റിയുടെ ഹണികളൊക്കെ കാണാം. പിന്നെ നമുക്ക് അതിനെ ടേസ്റ്റും ചെയ്യാനും പറ്റും. ഐ തിങ്ക് ഈ ദിവസമായിരിക്കും അടിപൊളി കഥകളി. എനിവേസ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ അറൈവ് ചെയ്തിരിക്കുന്നു. ഗൈസ്, ഞാൻ വളരെ എക്സൈറ്റഡ് നമ്മുടെ ഹണി കോട്ടേജിന്റെ അകത്ത് കയറാൻ. കുറച്ചു നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ കാറിൽ നിന്ന് വെളിയിറങ്ങി. ഇതാണ് അതിന്റെ എൻട്രൻസ്. ഇനി എൻട്രൻസിൽ എത്ര നടക്കേണ്ടി വരും എന്നിട്ടുണ്ടല്ലോ ഈ സ്കെയിൽ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര കിലോമീറ്റർ നടക്കുന്നത്. ഇവിടെ ഹണി കോട്ടേജ് എന്ന് എഴുതിക്കുന്നുണ്ട്. മീൻസ് നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഈ ഹണി ബി എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? സാറേ, ഞാൻ ഒന്നും ചെയ്തല്ലോ, പ്ലീസ് ഒന്ന് വിട്ടേക്കോ. പിന്നെ ഗൈസ്, ഇവിടെ എല്ലാ സ്ട്രക്ചേഴ്സ് ഒക്കെ തടിയും എന്നിട്ട് കല്ലും കൊണ്ട് ഉണ്ടാക്കിയത്, അതും അറബിക് സ്റ്റൈൽ. TV പക്ഷെ സ്ക്രീനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഫേവറേറ്റ് യൂട്യൂബറുടെ ഒരു വീഡിയോ കണ്ടെന്ന്. ഐ ലവ് ബീസ്, പക്ഷെ അവരെന്നെ കടിച്ചാലുണ്ടല്ലോ then I hate bees. ഓവറോൾ ഈ സ്ഥലം നല്ലതാ. നല്ല കിഡിലൻ അറബിക് സ്റ്റൈലിന്റെ കൂട്ടുപോലെ ഇവരൊക്കെ ഉണ്ടാക്കി. ആയിവാ, ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പേരാണ് ദ ഹണി കോട്ടേജ്. പിന്നെ ഈ മൗണ്ടൻസ് ഒക്കെ നോക്കി, എന്തൊരു വലിയ മൗണ്ടൻസാ. എനിവേസ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കയറി. എന്നിട്ട് ഇതിന്റെ അകത്തുണ്ടല്ലോ നമ്മൾ ഇതൊക്കെ കണ്ടു. നല്ല ഫാൻസി സ്ഥലമാണത്. എന്നിട്ട് ഇതാണ് അവരുടെ എൻട്രൻസ്. വെൽക്കം ടു ഹണി കോട്ടേജ്. ആഹാ, എന്തൊരു എൻട്രൻസ്. പക്ഷെ എൻട്രൻസിനെക്കാളും ഏറ്റവും നല്ല കാര്യം എന്താന്ന് അറിയാവോ? ഇതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. എന്റെ അമ്മോ ഗൈസ്, നോക്കി എന്തൊരു കിടിലൻ സ്ഥലമാണത്. എന്നിട്ട് ഗൈസ്, ഇവിടെ ഒരു ചെറിയ TV ഉണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഹണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏരിയയിൽ നമ്മൾ എത്തിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇവിടാണ് നമുക്ക് പല പല വെറൈറ്റികളുടെ ഹണി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്. എന്നിട്ട് എല്ലാം ട്രൈ ചെയ്തപ്പോൾ എല്ലാം എന്റെ ഫേവറേറ്റ് ഹണികളായി. പിന്നെ ഗൈസ്, ബോറിംഗ് പാർട്ട് എന്താന്ന് പറഞ്ഞാൽ ഇവരുണ്ടല്ലോ നമുക്ക് ശരിക്കുള്ള ഹണിബിയെ കാണിച്ചില്ല. കാണിച്ചായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് അടിപൊളി കഥകളിയായിരുന്നു. പിന്നെ ഗൈസ്, നമ്മൾ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ നമ്മൾ ഈ തിളക്കുന്ന ഹണികളൊക്കെ കണ്ടു. നോക്കുക ഇവർ എങ്ങനെയാ തിളക്കുന്നത്. ഞാൻ ഇങ്ങനെ ടൈപ്പ് ഹണി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല ഗൈസ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ സ്ഥലത്തിനെ പറ്റി കോമെന്റ്സ് എഴുതുക. ആൻഡ് ഗൈസ്, ദിസ് ഇസ് ദി ചിൽ ഏരിയ. നമ്മൾ നടന്ന് ക്ഷീണിച്ചു തളർന്നു. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഇവിടെ ചിൽ ചെയ്യാൻ വന്നതാണ്. എന്നിട്ട് ഈ ലൈറ്റ് ഒക്കെ നോക്കി, എന്തൊരു തിളക്കുന്ന ലൈറ്റ് ആണത്. ഈ കട്ടിലിന്റെ മണ്ടേ കൊച്ചു പിള്ളേർ കളിക്കുക, ഇൻക്ലൂഡിങ് ചെക്കോ. അങ്ങനെ നമ്മൾ ഹണി കോട്ടേജിൽ അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ എത്തി. എന്നിട്ട് ഈ റെസ്റ്റോറന്റ് പേരാണ് ഹഷി ബഷ. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒട്ടകത്തിന്റെ മീറ്റും മന്തിയും എല്ലാം കിട്ടും. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഇരുന്ന് കഴിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ മന്തി നല്ല ചൂടായിട്ട് നമ്മുടെ അടുത്ത് വന്നു. എനിവേസ്, ഇന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു മോളൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്തിൽ വന്നു. എന്നിട്ട് അതിന്റെ പേരാണ് ദ ട്രോപ്പിക്കൽ ലാൻഡ്. ഇതിന്റെ അകത്ത് കയറുമ്പോഴല്ലോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തോ ഒരു കാട്ടിന്റെ അകത്താണോ എന്ന്. മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ തത്തകളെ പിടിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ ഗൈസ്, ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിനെ കണ്ടു. എന്താണാവോ ഓ, ഇപ്പൊ മനസ്സിലായി ഈ മരം ഏതാണെന്ന്. ഈ മരത്തിന്റെ പേരാണ് സ്പ്രൂക്ക് ജസ്ബൂം. ഈ സാധനമാണല്ലോ നെതർലാൻഡ്സിന്റെ ഒരു തീം പാർക്കിലും ഉണ്ട്. ഞാൻ ഈ കാര്യത്തിനെ പറ്റി മറന്നുപോയി. നടന്ന് എല്ലായിടത്തും നോക്കിയപ്പോ ഫുൾ മരങ്ങളും ചെടികളായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് നമ്മളൊരു സ്ഥലത്തിലെത്തി. എന്നിട്ട് നമുക്ക് അവിടെ തത്തകളെ പിടിക്കാൻ പറ്റി. എന്നിട്ട് ഈ തത്തയുടെ പേരാണ് ദ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്. നല്ല രസമായിരുന്നു ഇതിനെ പിടിച്ചപ്പം. പിന്നെ നമ്മൾ കുറച്ചു മുമ്പോട്ട് പോയപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇതായിരുന്നു നമ്മുടെ സ്നേൽ ചേട്ടനോ? ഹായ്. കുറച്ചു നേരം നടന്നപ്പോഴല്ലോ നമ്മൾ ഈ മിസ്റ്റീരിയസ് ഗുഹയുടെ അടുത്ത് ചെന്നെത്തി. ഒന്നും വിചാരിക്കാതെ ഞാൻ ഇതിന്റെ അകത്തൊന്ന് ചെന്നു. അടുത്ത സൈഡിൽ നോക്കിയപ്പോ എന്റെ അമ്മോ ഗൈസ്, എവിടെ നോക്കിയാലും സ്വർണമേ സ്വർണമാ. എന്തൊരു കിടിലൻ കണിയാണത്. താഴെ നോക്കിയാൽ സ്വർണം ചില്ലറ കിടപ്പുണ്ടല്ലോ. ഇനി ജോലിക്ക് പോകാൻ ആവശ്യമേ ഇല്ല. എന്നിട്ട് വീട്ടിൽ എത്ര വേണമെങ്കിൽ കുത്തിരിക്കാം. ഈ ലൈറ്റ് ഇരുട്ടത്തിൽ എങ്ങനെ തിളക്കുന്നെന്ന് നോക്കിക്കേ. എന്നിട്ട് അങ്ങനെ നമ്മൾ വെളിയിലെത്തി. പിന്നെ സൈഡിൽ ഒരു ചെറിയ വിൻഡോ ഉണ്ട്. കൊള്ളാം.
പിന്നെ ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ സൈഡില് ഈ ചെറിയ ഗുഹയിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. നോക്കി ഇതെങ്ങനെ നന്നായിട്ട് ഒഴുകുന്ന അയവ ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഈ സ്ഥലം കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണിത്. ഈ ഗ്രീനറി ഒക്കെ കണ്ടിട്ട് എനിക്ക് നമ്മുടെ കേരളത്തിന്റെ ഓർമ്മ വന്നു. ഈ സ്ഥലമാണ് അടിപൊളി കഥകളി. എന്നിട്ട് ദാ കിടക്കുന്ന മറ്റൊരാള്. ഹായ്, ഈ പക്ഷിയുടെ പേരാണ് ദ സ്കാർലെറ്റ് മെക്കാവ്. ഇതിനെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇതെന്ന മാന്തുന്ന്, ബട്ട് ലക്ലി ഇതൊരു ഫ്രണ്ട്ലി പാരറ്റ് ആണ്. എന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ ഗൈസ്, ഈ സിനിമാറ്റിക് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കോമെന്റ്സിൽ ഒന്ന് പറയണം. എന്നിട്ട് ഫ്രണ്ട്സ്, ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് ദ ക്ലൗഡ് ഫോറസ്റ്റ്. പിന്നെ ദൂരെ കാണുമ്പോൾ 2 ഫ്ലമിംഗോസ് നിൽക്കുന്നുണ്ട്. എനിക്ക് ഫ്ലമിംഗോസിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ ആലിഗേറ്ററിന്റെ ഒരു ഫിഗർ കണ്ടു. എന്തൊരു റിയലിസ്റ്റിക് ഫിഗർ ആണ്. എന്നിട്ട് ഈ മീനിന്റെ പേരാണ് ദ മസ്കിറ്റോ ഫിഷ്. പോകാനുള്ള സമയമായപ്പോ നമ്മൾ കുറച്ച് ഇൻസെക്ട്സിന്റെ ഫോട്ടോ എടുത്തു. അങ്ങനെ ഗൈസ്, നമ്മൾ ഈ ദിവസം അടിച്ച് പൊളിച്ച് നല്ല അടിപൊളി കഥകളി ദിവസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്റെ ഫേവറേറ്റ് സ്ഥലത്തിലെത്തി. എന്നിട്ട് അതാണ് KFC. A few moments later. അങ്ങനെ ഗൈസ്, നമ്മുടെ ഡേ 2 അബഹാല ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ പല പല ലൊക്കേഷൻസിലൊക്കെ പോയി നന്നായിട്ട് എൻജോയും ചെയ്തു ഗൈസ്. ഇനി ഞാൻ 3-ാമത്തെ ദിവസത്തിന് വേണ്ടി എനിക്ക് കാത്ത് ഇരിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ വളരെ എക്സൈറ്റഡ്. അപ്പൊ ഗൈസ്, അത്രയല്ല എനിക്ക് പറയാൻ. കണ്ടന്റ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ പിന്നെ കാണാം ഫ്രണ്ട്സ്. അപ്പൊ വരട്ടെ.